സ്വാഗതം സായന്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഏഞ്ചൽ മെസ്സേജാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഇന്ന് അതാണ് ആപ്റ്റ് റീഡ് ചെയ്യാമെന്ന് തോന്നിയതുകൊണ്ടാണ് 3 ഏഞ്ചൽ സന്ദേശങ്ങളാണ് ഞാൻ താങ്കൾക്ക് തരുന്നത്. ഒന്ന്, ക്രിസ്മസ് ദിനത്തിൽ ഇന്ന് എന്ത് സന്ദേശം തരുന്നു. 2 എന്ന് പറയുന്നത് നമുക്ക് ഓവറോളായിട്ട് ഈ വർഷം അവസാനിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് തരുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് സന്ദേശമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്രിസ്മസ് സന്ദേശം എന്താണ് നമുക്ക് യൂണിക്കൺസ് തരുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ടറിയാൻ പറ്റും. എന്ത് മാനിഫെസ്റ്റേഷൻ ആണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഫാമിലിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് കണ്ടറിയാം. ഇവിടെ ഒരു വ്യക്തി, 2 അച്ഛൻ, ഒരു അമ്മ, കുട്ടി, അച്ഛൻ നിൽക്കുന്നുണ്ട്. 2 ഏഞ്ചൽസ് അത് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. യൂണിക്കൺസ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, താങ്കളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് എന്താണെങ്കിലും അത് താങ്കൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് യൂണിക്കൺസിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കുക. ഓക്കെ, നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു സന്ദേശമാണ് ക്രിസ്മസിന് തരുന്നത്. ഇനി ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് എന്ത് സന്ദേശമാണ് ഏഞ്ചൽസ് തരാനുള്ളത് വെച്ചപ്പോൾ ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഈ ഡെക്കിൽ ഏറ്റവും ഹൈ എനർജി കാർഡാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് 2 ഏഞ്ചൽസിനെ കാണാം, നടുക്ക് ക്രൈസ്റ്റിനെ കാണാം, 2 സൈഡും 2 യൂണിക്കൺസിനെ കാണാം. ഓപ്പൺ ദ ഡോർ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മളൊരു സ്വർഗ്ഗരാജ്യത്തിലേക്ക് തുറക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ 2026 പൊതുവേ നമ്മൾ ന്യൂമറോളജി പ്രകാരം നമ്മൾ നോക്കിയാലും എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ നമ്പറാണ് വരിക. അതായത് 10 വരും, 10 എന്ന് പറഞ്ഞ നമ്പറിൽ അതിന് 1 എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങളുടെ ഒരു വർഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു സ്വർഗ്ഗരാജ്യം തുറക്കും എന്ന രീതിക്കുള്ള സന്ദേശം തന്നെയാണ് തരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സർപ്രൈസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ലുക്ക് ഫോർ ദി അൺഎക്സ്പെക്റ്റഡ് ടുഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു എന്താ പറയുക, ഒരു സന്ദേശം, നമ്മളൊരു ക്രിസ്മസ് സന്ദേശം വർഷാവസാനത്തിൽ എന്താണെന്ന് പറയുന്നു, പുതിയ വർഷം എന്ത് പ്രതീക്ഷിക്കുന്നു പറയുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള 3 എനർജി കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും താങ്കളുടെ മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ. താങ്കൾക്ക് ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയട്ടെ. അതിനകത്ത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് താങ്കൾക്ക് ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ താങ്കൾക്ക് നല്ലൊരു സർപ്രൈസ് അടുത്തൊരു വർഷം കാത്തിരിക്കട്ടെ. ഈ ഇത്രയും 3 കാര്യങ്ങളാണ് ഇന്ന് നൈറ്റ് ഏഞ്ചൽസ് താങ്കളെ അറിയിക്കുന്നത്. സന്തോഷമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാനും താങ്കളുടെ കോമൻറ്റ് ഇടാനും മറക്കരുത്. ഐ വിൽ സീ യു ടുമോറോ മോർണിംഗ്. താങ്ക് യു വെരി മച്ച്.